അപ്പം നവരാത്രിയൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ടായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നവരാത്രി തീരുന്നവരെ നമുക്ക് ദേവി മഹാത്മ്യത്തിലെ ഓരോ കഥകൾ കേൾക്കാം. അപ്പം ദേവി മഹാത്മ്യത്തിലെ ആദ്യത്തെ കഥ അസുരന്മാരായ മധുവും കൈടവനും അവരെ നിഗ്രഹിക്കുന്ന കഥയാണ്. അപ്പം ഒരിക്കൽ മഹാവിഷ്ണു ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലായിരിക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ ചെവികളിൽ നിന്നും ഈ രണ്ട് അസുരന്മാർ ജനിച്ചു, മധുവും കൈടവനും. ഇവര് ലോകനാശം ചെയ്യാൻ തുടങ്ങി, ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. അപ്പം ആ കാലത്ത് അവിടെ ഭയങ്കര പ്രളയമായിരുന്നു. അപ്പം എല്ലായിടത്തും വെള്ളമായിരുന്നു. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ അസുരന്മാരുടെ പ്രശ്നങ്ങൾ കാരണം അപ്പം സൃഷ്ടി ആരംഭിക്കാണ്ട് പോയി. ബ്രഹ്മാവ് എന്നിട്ട് പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു മഹാവിഷ്ണുവിനെ ഉണർത്തണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു അറിഞ്ഞിട്ടില്ല ഈ രണ്ട് അസുരന്മാർ അവരുടെ ചെവിയിൽ നിന്ന് ജനിച്ച കാര്യം. അപ്പം ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലാണ്, ഈ നടക്കുന്നതൊന്നും അറിയുന്നില്ല. അപ്പം ദേവി ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന കേട്ടു. ദേവി ഏറ്റവും അവരുടെ ക്രോധ രൂപത്തിൽ വന്നു, മഹാകാളിയായി പ്രത്യക്ഷപ്പെട്ടു. ദേവി മഹാകാളി എന്നിട്ട് മഹാവിഷ്ണുവിനെ ഉണർത്തി. അപ്പോഴാണ് വിഷ്ണു കാണുന്നത് ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ. അപ്പം മഹാവിഷ്ണു മധുവും കൈടവനെയും കൊല്ലാൻ വേണ്ടി അവരായിട്ടൊരു യുദ്ധത്തിലേർപ്പെട്ടു. കുറേ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ അസുരന്മാർക്ക് ഒരു തോന്നൽ വന്നു, അവർക്ക് മഹാവിഷ്ണുവെ സുഖമായിട്ട് കൊല്ലാമെന്ന്. അപ്പം അസുരന്മാർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോ. അപ്പം വിഷ്ണു ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊല്ലണം എന്നുള്ളൊരു വരം മതി, തരാമോ എന്ന് പറഞ്ഞു. അപ്പം അസുരന്മാർ ഇങ്ങനെ പുച്ഛിച്ച് പറഞ്ഞു, ശരി, സമ്മതിച്ചു, വെള്ളമില്ലാത്തടത്ത് ഞങ്ങളെ കൊല്ലാം. അപ്പം അവര് പറഞ്ഞ കാരണം എന്തായിരുന്നു? അന്ന് എല്ലായിടത്തും വെള്ളമായിരുന്നു, അന്ന് പ്രളയമുള്ള സമയമായിരുന്നു. അപ്പം അവർക്കറിയായിരുന്നു വെള്ളമില്ലാത്ത സ്ഥലമില്ല, അപ്പം കൊല്ലാൻ പറ്റത്തില്ല, ഇമ്മോർട്ടൽ ആണെന്നുള്ളൊരു ഫീലിംഗ് വന്നായിരുന്നു. അപ്പം ഇത് കേട്ട ഉടനെ മഹാവിഷ്ണുവിൻ്റെ വലിയൊരു രൂപമായി. എന്നിട്ട് വിഷ്ണു ഒരു കൈ കൊണ്ട് മധുവിനെയും ഒരു കൈ കൊണ്ട് കൈടവനെയും പിടിച്ച് മഹാവിഷ്ണുവിൻ്റെ ഓരോ തൊടയിൽ വെച്ചു. എന്നിട്ട് അപ്പം തൊടയിൽ വയ്ക്കാനുള്ള കാരണം എന്തായിരുന്നു? മുട്ടിന് താഴെ വെള്ളമായിരുന്നു. അപ്പം അവർ തന്ന വരത്തിനനുസരിച്ചാണെങ്കിൽ തൊടയെ വെച്ച് കഴിഞ്ഞാൽ കൊല്ലാം. അപ്പം മഹാവിഷ്ണു അവരെ രണ്ടുപേരെയും തൊടയിൽ വെച്ച് വെട്ടി. മഹാകാളിയുടെ സഹായം കാരണം മഹാവിഷ്ണു അസുരന്മാരെ വധിച്ചു, ബ്രഹ്മാവിനെയും ലോകത്തെയും സംരക്ഷിച്ചു. അപ്പം ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദേവി മഹാത്മ്യം വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ നവരാത്രി ദിവസങ്ങളിൽ. പക്ഷെ വായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ ദേവിയുടെ കഥകൾ കേൾക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പം ഇനി നാളെ അടുത്ത കഥയായി വരാം. താങ്ക് യു.